ഹലോ ഗെയ്സ്, വയനാടൻ വ്ലോഗിന്റെ രണ്ടാമത്തെ ദിവസട്ടാ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്, ആയൂർ നെസ്റ്റ് എന്ന് പറഞ്ഞ റിസോർട്ടിലോട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്തേ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ ചില്ലായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ പൂളിൽ പോവാന്ന് വെച്ച് അങ്ങനെ പൂളിൽ പോയി ചില്ലായി കഴിഞ്ഞ് പിന്നെ എല്ലാരും ടയേർഡായി കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോ കാലത്ത് തന്നെ എഴുന്നേറ്റ് എല്ലാരും പിന്നെ നേരെ പോയി ചാടിയത് പൂള് കിട്ടിയ പിന്നെ ഭക്ഷണം പോലും വേണ്ടാത്ത കൂട്ടങ്ങളാ കൂടെ ഉള്ളത്. അത് കാരണം പിന്നെ സമയം പോയത് അറിഞ്ഞില്ല. അതും കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു DJ പാർട്ടി ഉണ്ടായി. അങ്ങനെ ആ DJ ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ തുള്ളി കളിച്ചിട്ടാ. എല്ലാം കഴിഞ്ഞ് അവസാനം റൂമിനോട് ബായും പറഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് എടക്കൽ കേസില്ല കേട്ടാ. പോയ വഴിയൊക്കെ സൂപ്പർ ആയിരുന്നു. അവിടെ എത്തിയപ്പോ തന്നെ മഴയായിരുന്നു. അത് കാരണം എല്ലാരും കോട്ടിട്ടിട്ടാ കയറിയതിട്ടാ. അങ്ങനെ എടക്കൽ കേവ്സിന്റെ മണ്ടയിലെത്തിയപ്പോ അമ്പൂത്തി മലയുടെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ കേവ്സിന്റെ ഉള്ളിൽ കയറിയിട്ടാ. കേവ്സിന്റെ ഉള്ളിൽ നോക്കുമ്പോ ഒന്നും പ്രത്യേകിച്ച് തോന്നുന്നില്ല. രണ്ട് പാറയുടെ ഇടയിൽ ഒരു കല്ല് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇനി എടക്കൽ കേവ്സ് വന്നത്. പിന്നെ ഈ ചേട്ടനാണെങ്കിൽ അവിടുത്തെ ലിപികളെ കുറിച്ചുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടാ. അതൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ പൊളിച്ച് നിന്നുപോയി. പണ്ടത്തെ ആൾക്കാർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഇങ്ങനെ പാറക്കല്ലും ഇങ്ങനെ കൊത്തിയിട്ട് അവര് സംസാരിക്കാന്നാ പറഞ്ഞത് കേട്ടാ ചേട്ടൻ. അങ്ങനെ അതൊക്കെ കേട്ട് വണ്ടറടിച്ച് നിന്നപ്പിണിതേ ഞങ്ങൾ പുറത്തിറങ്ങിയത് മഴയും കൂടി. നോക്കുമ്പോഴേ അമ്പൂത്തി മലയാണ്. കോടയിൽ കുളിച്ച് നിൽക്കാട്ടോ. കോടയിൽ കുളിച്ചിരിക്കണം അമ്പൂത്തി മല കാണാൻ ഒരു പ്രത്യേക ലുക്കാർന്നിട്ടാ. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ നേരെ എടക്കൽ കേവ് ഇറങ്ങി നേരെ താഴെ എത്തിയപ്പോ കടയിൽ കയറിയിട്ടാ. അപ്പൊ അവിടെ നിന്ന് തേനെല്ലിക്കൊക്കെ വാങ്ങിച്ചു കഴിച്ചു. അത് കഴിഞ്ഞപ്പോ അവിടുത്തെ ചേച്ചിയാണെങ്കിൽ അതേ കാട്ടുള്ളി തൈലം കൊണ്ടു തന്നു. ഞാൻ കാട്ടുള്ളി തൈലം ഒരു വട്ടം വലിച്ച കാരണം നല്ല രസമായിരുന്നു. അപ്പൊ ഞാൻ വലിക്കണേലും മുന്നേ ഒരുത്തനാണെങ്കിൽ അവിടെ വലിച്ചിട്ട് മാറി നിൽക്കുന്നുട്ടാ. ദൈവനല്ലാട്ടാ. ദൈവനോട് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു ഇവന് വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ മാറി നിൽക്കണം. അവിടെ ഛർദിക്കാൻ വരാറുള്ള അവസ്ഥയിൽ നിൽക്കാറുന്നിട്ടാ. അവന്റെ കണ്ണും മൂക്കൊക്കെ എല്ലാം അടിച്ച പോയ മട്ടായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ പോയത് ബാണാസുര ഹിൽസ് കയറാൻ വേണ്ടിയായിരുന്നിട്ടാ. അവിടെ എത്തിയപ്പോ ബാണാസുര ഹിൽസ് ചതിച്ചു. സമയം വൈകി ട്രെക്കിങ് നിരോധിച്ചേക്കായിരുന്നു. അങ്ങനെ പിന്നെ നേരെ രാത്രിയായപ്പോ ഞങ്ങൾ നേരെ കോഴിക്കോട് ഈ ഫുഡ് അടിച്ച് വീട്ടിലേക്ക് വിട്ടാ. അപ്പൊ ഓക്കെ ബൈ.